മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇനി കടക്കുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂട് UAPA കേസിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. NIA കൊച്ചി യൂണിറ്റിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട 15-കാരന് അമ്മയും സുഹൃത്തും നാട് വിട്ടതായാണ് സംശയം. കുട്ടിയെ ഐസിൽ ചേരാൻ പ്രേരിപ്പിച്ച രണ്ടാനച്ഛൻ അൻസാർ കനകമല IS റിക്രൂട്ട്മെന്റ് കേസിലെ പ്രതി സിദ്ദിഖിന്റെ സഹോദരനാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഒരു കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതുകൂടി അൺഫോൾഡ് ചെയ്തെടുത്തുകൊണ്ട് വേണം ഈ വലിയ ഒരു വിഷയത്തിലേക്ക് കടക്കുന്ന എന്നുള്ളൊരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയും ചെയ്തു. കൃത്യമായി അമ്മ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ അമ്മ UK അങ്ങനെ തരത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങളോ എല്ലാം ഉണ്ടായിരുന്നു. ഈ മിനിറ്റിൽ ഏതെല്ലാം തരത്തിലാണ് സ്ഥിരീകരിക്കപ്പെടുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്? അപർണ, UAPA ചുമത്തുന്ന കേസുകളിൽ സാധാരണയായി അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പാണ് NIAയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുന്നത്. പക്ഷേ അത്തരമൊരു സമയദൈർഘ്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ കേസിന്റെ അടിയന്തര സ്വഭാവം പരിഗണിച്ചുകൊണ്ടാണ് NIA നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണ് കൊച്ചി NIA യൂണിറ്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു NIA എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നിലവിലെ കണ്ടെത്തൽ അനുസരിച്ച് ഈ 15 വയസ്സായ കുട്ടിയെ 2021 മുതൽ സമാനമായ തരത്തിൽ ഈ ക്രൂരമായ കൊലപാതക ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ട് ISന്റെ ഭാഗമാകാനും സിറിയയിലേക്ക് അയക്കാനുമുള്ള വലിയ സമ്മർദ്ദം ഈ അൻസാർ എന്ന വെമ്പായം സ്വദേശിയുടെ ഭാഗത്തു നിന്ന് ഇംഗ്ലണ്ടിൽ വെച്ച് ഉണ്ടായി എന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട മൊഴിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ 15 വയസ്സുകാരൻ ആദ്യഘട്ടത്തിൽ നൽകിയത്. എന്തായാലും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ രണ്ടാനച്ഛനായ അൻസാറിന്റെ സഹോദരൻ സിദ്ദിഖ് കനകമല IS റിക്രൂട്ട്മെന്റ് കേസിലെ മുഖ്യപ്രതിയാണ്. ഈ സിദ്ദിഖാണ് ഈ ആറ്റിങ്ങലിലേക്ക് ഈ 15 വയസ്സുകാരനെ അനാഥാലയത്തിൽ ചേർക്കാനായി എത്തിച്ചപ്പോൾ ഈ 15 വയസ്സുകാരനെ വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരിച്ച് അവിടേക്ക് എത്തിച്ചത്, ഈ അനാഥാലയത്തിലേക്ക് എത്തിച്ചത് എന്നാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ സിദ്ദിഖിന് ഈ കേസിലുള്ള ഇൻവോൾവ്മെന്റ് എന്താണ് എന്ന് കണ്ടെത്താനുള്ള പരിശോധന അടക്കം നടക്കുകയാണ്. അതോടൊപ്പം കനകമല IS റിക്രൂട്ട്മെന്റ് കേസിൽ ഉൾപ്പെട്ടതും സംശയനിലയിലുള്ളതുമായ മുഴുവൻ ആളുകളെയും കൃത്യമായി നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് NIA. അതോടൊപ്പം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ അന്വേഷണവും ഇനി NIAയുടെ കൊച്ചി യൂണിറ്റാകും ഏകോപിപ്പിക്കുക. അതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളടക്കം വെമ്പായം കേന്ദ്രീകരിച്ച് നടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. അതോടൊപ്പം തന്നെ കനകമല കേസുമായി ബന്ധപ്പെട്ടും ഉള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ, അതും കൂടുതൽ എന്തെങ്കിലും നിരീക്ഷണങ്ങൾ വരുന്നുണ്ടോ ഈ സമയത്ത്? ഈ കനകമല കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് സിദ്ദിഖ്. ആ സിദ്ദിഖ് തന്നെയാണ് ഈ അൻസാറിന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ ഇംഗ്ലണ്ടിൽ നിന്ന് വിമാനത്താവളത്തിൽ എത്തിയ ഈ 15 വയസ്സുകാരനെ സ്വീകരിക്കാനും പിന്നീട് ആറ്റിങ്ങലിലെ അനാഥാലയത്തിലേക്ക് എത്തിക്കാനും മുൻകൈയെടുത്തത് എന്നാണ് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ സിദ്ദിഖിന് ഈ കേസുമായുള്ള ബന്ധം എന്താണ് എന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലെ ഒരു പ്രധാനപ്പെട്ട ദൌത്യം. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഈ വിവാദമായതിന് പിന്നാലെ ഈ വെഞ്ഞാറമൂട് പോലീസ് ഈ കേസിൽ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി UAPA ഈ കേസിൽ ചുമത്തി അവരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ ഇരുവരും നാട് വിട്ടു എന്ന ഒരു സംശയം കൂടി നിലനിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കേണ്ടവർ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യത്തിലടക്കം അവ്യക്തത തുടരുന്നുണ്ട്. പക്ഷേ ഇവരെ അടിയന്തരമായി തന്നെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താലേ ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി ദേശീയ അന്വേഷണ ഏജൻസിക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് കൂടി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇവരെ കണ്ടെത്താനുള്ള പരിശോധന അടക്കം സജീവമാക്കിയിരിക്കുകയാണ് പോലീസും NIAയും.